എവിടെ കുരിശുണ്ടോ അവിടെ ആഹാരമുണ്ട്. അമ്മയില്ലാതെ കുരിശില്ല. കുരിശിന്റെ കീഴെ ആരുണ്ടായിരുന്നു? എന്റെ അർത്ഥം എന്നാ? എനിക്കൊരു സഹനം വരുമ്പോഴ്, എനിക്കൊരു വേദന വരുമ്പോഴ് എനിക്കൊരു അമ്മയുണ്ട്. ലോകത്തിന്റെ അമ്മമാരെ പോലെയാണ്, ഒരിക്കലും കൈവിടാത്ത ഒരു അമ്മയുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ഒരു കാര്യം പറഞ്ഞത്, അമ്മ ഒരു കാലത്തും അവഗണിക്കരുത്. അമേരിക്ക കണ്ടുപിടിച്ചാല് കൊളംബസ്. സ്പെയിനിൽ നിന്ന് ഈ അവരുടെ കപ്പൽ യാത്ര കൊണ്ടത്. അന്ന് കപ്പലേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ രീതിയിലുള്ള കപ്പലല്ല, പായ്ക്കപ്പൽ. അപ്പൊ 22 ദിവസം പിന്നിട്ടിട്ടും കര കാണുന്നില്ല. അപ്പൊ കൊളംബസിന്റെ കൂടെ ഉള്ളവര് പറഞ്ഞു, ഇനി നമ്മള് 22 ദിവസത്തെ ആഹാരമേ ഉള്ളൂ. ഇപ്പൊ തിരിച്ചാൽ സ്പെയിനിൽ ചെല്ലാം, അല്ലെങ്കിൽ നമ്മൾ കടലിൽ കടന്നു പോകും, ആഹാരം തീർന്നു. അപ്പൊ കൊളംബസ് പറഞ്ഞു, അത് ഒരിക്കലും ഒന്നില്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പൊ കൂടെ ഉള്ളവർ പറഞ്ഞു, കൊളംബസിന് വട്ട, ഇദ്ദേഹത്തെ പിടിച്ച് കെട്ടിയിടാൻ പറഞ്ഞു. കെട്ടിയിടാൻ പറഞ്ഞപ്പോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നാളെ നേരം വെളുക്കുമ്പോൾ കര കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ കെട്ടിയിട്ടോ, നമ്മൾ തിരിച്ചു പോകാൻ. അന്ന് രാത്രിയിൽ കൊളംബസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധരാക്കി കരുണയുള്ള മാതാവേ, എല്ലാവരോടും പറഞ്ഞു പരിശുദ്ധ. അപ്പൊ ഈ പ്രാർത്ഥന ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരുന്നു. നേരം വെളുക്കുമ്പോൾ കൊളംബസ് കാണുവാണ് കര. ആ കരയാണ് അമേരിക്ക. ഹല്ലേലൂയ. ആരോട് പ്രാർത്ഥിച്ചു? ഈശോ സഭയുടെ സ്ഥാപകനായ ഫ്രാൻസിസ് സലാസ് 24 വയസ്സ് വരെ ഭ്രാന്തനായി, മാനസിക രോഗിയായ ഒരിക്കലും ഒരു പള്ളിയിൽ ചെന്നപ്പോൾ മാതാവിന്റെ കീഴിൽ ഒരു പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുന്നു. എത്രയും തീരുള്ള മാതാവേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്നൊരു പ്രകാശം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയും ആ മാനസിക രോഗം മാറുകയും അങ്ങനെ സെമിനാരിൽ ചേർന്ന് വൈദികനാവുകയും വലിയ ഈശോ സഭയുടെ സ്ഥാപകനായി. അപ്പൊ അമ്മയുടെ കരം പിടിക്കുന്ന ഒരു വ്യക്തി അമ്മ ഉപേക്ഷിക്കത്തുന്ന ഉറപ്പുള്ളവരെ ഒരു 3 ഹല്ലേലൂയ പറഞ്ഞു. എല്ലാ നിയോഗങ്ങളും ഈ കുരിശിലേക്ക് വെക്കുകയാണ്. ഒരുപക്ഷെ നിയോഗം എഴുതാത്തവരെയും ഈ കുരിശിൽ വെക്കും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇങ്ങനെ ഏറ്റു പറഞ്ഞിട്ട് പറയാം, എന്റെ അമ്മേ, എന്റെ ആശ്രയമേ, ആശ്രയിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മേ, അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നുകൊണ്ട് നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഇപ്പോൾ നിങ്ങളെ സ്തുതിച്ചു.